ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കപ്ലറുകളെ കുറിച്ചാണ്. കപ്ലറുകൾ സാധാരണ ഇങ്ങനെയുള്ള ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് കളറുകളിലുണ്ടാവും. ഇത് എത്ര കളറുകളിലുണ്ട്, ഇതെങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഉപയോഗം, ഇത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കംപ്ലൈൻറ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ കാണിക്കും എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. നിങ്ങൾ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്കൊരു കാര്യവും മനസ്സിലാകാതെ വരും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പാകാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. കപ്ലർ മൊബൈലിൽ ഒരുപാടടുത്ത് ഉണ്ടാവും. കപ്ലർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കപ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ കോയിലുകൾ, രണ്ടിൽ കൂടുതൽ കോയിലുകൾ കൂട്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു കമ്പണൻ്റാണ്. ചിലപ്പോൾ 4 ഉണ്ടാവും, 6 ഉണ്ടാവും, അങ്ങനെ ഉണ്ടാക്കിയേക്കുന്ന ഒരു കമ്പണൻ്റാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കറണ്ട് അല്ലെങ്കിൽ സിഗ്നൽ അത് കടത്തി വിടുക എന്നുള്ളതാണ്. ഇത് സാധാരണ 2-3 കളറിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ബ്ലൂ, പിന്നെ ഗ്രീന്, പിന്നെ ബ്ലാക്ക്, അങ്ങനെയൊക്കെയുള്ള കളറുകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സാധനം കണ്ടാൽ കപ്ലറാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ സാധാരണ കൂടുതലായിട്ട് കാണുന്നത് നെറ്റ്വർക്ക് സെക്ഷനിലും ഡിസ്പ്ലേ സെക്ഷനിലുമാണ് കാണപ്പെടുന്നത്. നെറ്റ്വർക്ക് സെക്ഷനിൽ ഒരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം നമ്മൾ ഡിസ്പ്ലേയുടെ സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഡിസ്പ്ലേയുടെ സെക്ഷനിൽ ഇത് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ബ്ലൂ ഡിസ്പ്ലേ വരുന്നത്, പിന്നെ ബ്ലാങ്ക് ആയിട്ട് വരുന്നത്, പിന്നെ വൈറ്റ് ഡിസ്പ്ലേ വരുന്നത്, ഇതെല്ലാം ഈ കപ്ലർ ൻ്റെ പ്രശ്നം കൊണ്ടാണ് സാധാരണയായിട്ട് വരുന്നത്. ഈ കപ്ലറിൽ ഏതെങ്കിലും ഒരു ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ സാധാരണ കാണിക്കാറുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു കപ്ലർ, അതായത് ഒരു 3 എണ്ണത്തിൻ്റെ വരയ്ക്കാം, 3 കോയിലിൻ്റെ വരയ്ക്കാം. ഇത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ചെറിയ കോയിലുകൾ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ കോയിലുകളാണ്. ആ സംഭവമാണ് ഈ 3 ഡോട്ട് കാണുന്നത്. നിങ്ങൾക്ക് 4 എണ്ണത്തിൻ്റെയാണ് 4 ഡോട്ടുകൾ കാണുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കണക്ഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സപ്ലൈ അങ്ങോട്ട് ചെല്ലത്തില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ജമ്പർ കൊടുക്കാമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ സ്പെയർ അങ്ങനെ എടുത്തേച്ച് ഈ 3 എണ്ണം അങ്ങ് ജമ്പർ കൊടുത്താലും ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റാകും. പിന്നെ എന്തിനാണ് ഇങ്ങനെയാണെന്ന രീതിയിൽ ഈ സാധനം വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല വോൾട്ടേജ് ഒന്ന് എക്സാമ്പിൾ ബാറ്ററി കോണ്ടാക്ട് ചെയ്യുന്ന ഒരു 3.7 വോൾട്ടേജ് വരണമെന്ന് വയ്ക്കുക. ആ വോൾട്ടേജ് ആവശ്യമുണ്ട്. പിന്നെ പവർ ഐ സി എന്നൊരു 2.8 വോൾട്ടേജ് വരുന്നുണ്ട്. പിന്നെ പവർ ഐ സിന്ന് തന്നെ ഒരു 1.2 വോൾട്ടേജ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന വോൾട്ടേജ് ഈ കപ്ലറിലോട്ട് കൊടുക്കും. ഇതിവിടെ കൊടുക്കും, ഇതിവിടെ കൊടുക്കും, ഇതിവിടെ കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇത് ഈ പറയുന്ന 3.7 തന്നെയായിരിക്കും വോൾട്ടേജ് വരുന്നത്. ഇവിടെ 2.8 ഇന്നാണെങ്കിൽ ഔട്ടും 2.8 തന്നെയായിരിക്കും. ഈ 1.2 ആയിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ ഇത് എന്നത്തിനാണ് ഇത് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില സമയത്ത് ഈ ഇൻഡക്ഷൻ കൊണ്ട് ഇതിൻ്റെ വോൾട്ടേജ് ഇതിൻ്റെ 3.6 ആവാം, ചിലപ്പോൾ ഇവിടെ വരുന്നത് 3.8 ആവാം. അങ്ങനെയൊക്കെയുള്ള ചില വേരിയേഷൻസ് വരുന്നത് അതൊന്ന് കോൺസ്റ്റൻ്റ് ആക്കാനായിട്ടാണ് ഈ കപ്ലറുകൾ സാധാരണ വയ്ക്കുന്നത്. അത് നെറ്റ്വർക്ക് സെക്ഷനിലായാലും അത് അത്യാവശ്യമാണ്. ചില കമ്പോണൻസിന് വോൾട്ടേജ് വേരിയേഷൻ വരാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് വളരെ കറക്റ്റായിട്ട് ചെറിയ ഡിഫറൻസ് വേരിയേഷൻ പോലും വരാൻ പാടില്ലാത്ത ചില കമ്പോണൻസുകളുണ്ട്. അതിനായിട്ടാണ് ഈ കപ്ലറുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കോയിലിൻ്റെ പോലെ തന്നെ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല, പൊളാരിറ്റി ഇല്ല. കോയിലിനും ഇല്ലല്ലോ പൊളാരിറ്റി, അതുപോലെ തന്നെയാണ് ഈ കപ്ലറിനും പൊളാരിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. ഇതെങ്ങനെയാണോ ബോർഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. അതായത് ഈ
3 ലെഗ്, ഈ 3 ലെഗും നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ബോർഡിൽ ഫിക്സ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വോൾട്ടേജ് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് PFൻ്റെ അടുത്തൊക്കെ ഈ സാധനം ആൻറ്റന സ്വിച്ചിൻ്റെ അടുത്തൊക്കെ സാധാരണ കാണുന്നതാണ്. അപ്പം ഈ വർക്കിംഗ് വോൾട്ടേജൊക്കെ ചിലതൊക്കെ കയറി ആണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഏതാണോ IC വർക്ക് ചെയ്യേണ്ടത് IC വർക്ക് ചെയ്യാതിരിക്കുകയും നെറ്റ്വർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും. ഡിസ്പ്ലേയുടെ മാത്രമല്ല. അപ്പോൾ ഈ കമ്പോണൻറ്റുകൾ ഒരു മെയിൻ കമ്പോണൻ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്തോണം. അതായത് വലിയ കംപ്ലൈൻറ്റ്, അതായത് ഇപ്പം നെറ്റ്വർക്ക് PFO വർക്ക് ചെയ്യാതിരിക്കും. ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരു ലൈൻ ബ്രേക്ക് ആയേക്കുന്നത്. ഈ ലൈൻ ഇവിടുന്ന് ബ്രേക്ക് ആയാൽ ഇവിടുന്ന് ആ വോൾട്ടേജ് പോകാതിരിക്കുകയും അതിൻ്റെ സിഗ്നൽ പോകാതിരിക്കുകയും വർക്കായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കപ്ലർ ഈ മൊബൈലിൻ്റെ ബോർഡിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്നുണ്ടോ ഒരു വൈറ്റ് കളർ കപ്ലർ. ഇത് 3 കോയിലിൻ്റെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കണ്ടോ ഒരു ബ്രൗൺ കളർ ഇരിക്കുന്നത്, ഇതും നമുക്കങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2 സ്ഥലത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ 2 ബ്ലൂ കളറും ഇരിക്കുന്നു. അത് അടുത്തടുത്തിരിക്കുന്ന നെറ്റ്വർക്ക് സെക്ഷനിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഈ സാധനമെല്ലാം ഇങ്ങനെയാണ് ബോർഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഒരു സ്പെയർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കപ്ലറാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ സാധനം കോയിലുകൾ കൂട്ടി ഉള്ള ഒരു സാധനമാണ് എന്ന് വിചാരിച്ചോളുക. ഈ 3 കോയിലുകളിൽ ഞാൻ വരച്ച് കാണിച്ചല്ലോ, അങ്ങനെ ഉള്ള ഒരു സാധനമാണെന്ന് വിചാരിച്ചോളുക. അപ്പം ഇത് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ മൾട്ടിമീറ്റർ ബീപ്പ് റേഞ്ചിൽ മൾട്ടിമീറ്റർ ടച്ച് ഇവിടുന്നും ബീപ്പ് 2 സ്ഥലത്തും വെച്ച് ബീപ്പ് അടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഈ 2ഉം ബീപ്പ് അടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് 2ഉം ബീപ്പ് അടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ സാധനം വർക്കിംഗ് ആണ്. ഇല്ലെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ജമ്പർ ചെയ്യാമെന്ന് നോക്കുക. അല്ലെങ്കിൽ ഈ സാധനം എടുത്തേച്ച് PCBയിൽ ജമ്പർ കറക്റ്റായിട്ട് 3 എണ്ണം കൊടുക്കണം. 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം സോൾവ് ആവുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് സാധാരണ നമ്മൾ ലൈറ്റിൻ്റെ കോയിലുകളൊക്കെ ഉണ്ടല്ലോ, സിഗ്നൽ വോൾട്ടേജ് ബൂസ്റ്റാക്കുന്ന കോയിലുകൾ, അതിന് ഈ പറഞ്ഞ കാര്യം പറ്റത്തില്ല. ഇതിന് ഈ കോയിൽ മാറുക തന്നെ ചെയ്യണം. അപ്പം അതങ്ങനെ തന്നെയാണ്. ഈ കപ്ലറുകളുടെ കാര്യത്തിൽ മാത്രം നമുക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെൽ ഐക്കൺ നിർബന്ധമായും അമർത്തി വയ്ക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സായി പോകും. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.